സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കോഴിക്കട്ട എന്ന് പറഞ്ഞ ഒരു പലഹാരമുണ്ട്. ഒരു 4 മണി പലഹാരം. അതുണ്ടാക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക്, ചെറിയ ഒരു ഉരുളിലേക്ക് നമുക്കിൻ്റെ കോഴിക്കട്ടയുടെ ഉള്ളിൽ വെക്കുന്ന ശർക്കര തേങ്ങ വിളച്ചത് അതുണ്ടാക്കാം. അത് നമുക്ക് സ്റ്റവ് കത്തിക്കാം. ആദ്യം ചട്ടി ചൂടായി കഴിയുമ്പോൾ ലേശം വെള്ളം നമുക്ക് ഒഴിക്കണം. കാരണം ഈ ശർക്കര ഉരുങ്ങി ലേശം വെള്ളം ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒരു ഉണ്ട ശർക്കര, ഒരു ചെറിയ ഉണ്ട മതി. ഞാൻ കുറച്ച് സാധനം ഉണ്ടാക്കണോളൂ. ഒരു ചെറിയ ഉണ്ട ശർക്കര തട്ടി പിടിച്ച് അതിനകത്ത് ഇടാം. ശർക്കര ഉരുകി ഈ മാവ് കുഴക്കാനായിട്ട് കുറച്ച് വെള്ളം, ഒരു ജീരകവും 2 വെളുത്തുള്ളിയും ഇട്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് ആ മാവിലേക്ക് ഒഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. ജീരകത്തിൻ്റെയും നമുക്ക് അരച്ചെടുത്ത ഒരു കുറച്ച് മതി. 2 ഉള്ളിയും വെളുത്തുള്ളിയും ഒരു നുള്ളി ജീരകവും കൂടി ഒന്ന് തിളപ്പിച്ച് വെള്ളം റെഡിയാക്കണം. ഈ വെള്ളത്തിൽ വേണം നമുക്ക് മാവ് കുഴയ്ക്കാനായിട്ട്. ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനി ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള് ജീരകവും ലേശം ഏലക്ക പൊടിച്ചുകൊണ്ട് അതിനകത്ത് ചേർത്ത് കൊടുക്കും. 2 ഏലക്ക, ഒരു നുള്ള് ജീരകം കൊടുത്തായി അതിനുശേഷം നമുക്ക് ഈ ഒരു മുറി തേങ്ങ അഞ്ചരിക്കാണ്. ഇത് കുറച്ച് കൂടുതലുണ്ട് തേങ്ങ. എൻ്റെ ആവശ്യം ചേർത്ത, കാരണം ഇതൊരു കുഴമ്പ് പരുവത്തിൽ വരണം. കാരണം അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ വെള്ളം പോലെയാവരുത്. ഏകദേശം അങ്ങനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു കുഴമ്പ് വിട്ട് വേണം. ചേർത്ത് കൊടുക്കാം. തേങ്ങ ശരിക്കും ഫ്രൈ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ ഇതിന് വെള്ളം പോലെ വരും. ശരിക്കും തേങ്ങ ശരിക്കും ഫ്രൈ ആയിട്ടിരിക്കും. ഒന്ന് വരണ്ട് കിട്ടണം. നമുക്ക് ഏകദേശം തേങ്ങ ഒരു ദിവസം വിളഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു ശർക്കരയും തേങ്ങയൊക്കെ ഏകദേശം ഒരു രീതിയിൽ അത് വെള്ളമില്ല. അപ്പോൾ നമ്മൾ വെള്ളമില്ലാതെ ഇങ്ങനെ ആക്കണം. കാരണം ശർക്കരയുടെ വെള്ളം ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് അത് മെനഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ വേവിക്കുമ്പോൾ ആ ശർക്കരയിൽ പുറത്തേക്ക് വരാൻ സാധ്യത. അതുകൊണ്ടാണ് ഈ തേങ്ങ ശരിക്കും ഫ്രൈ ആയിട്ടിരിക്കണം. എങ്ങനെയാണ് ടേസ്റ്റും ഉള്ളൂ, വെള്ളം കൂടുതലാണ്. അത് ഏകദേശം ഫ്രൈ ആയിട്ടിരിക്കേണ്ടത്. നമുക്ക് ഏകദേശം ഇത് വാങ്ങി വയ്ക്കാം. ഇത് ചൂടായാലും ഇവിടെ മൂക്കണ്ട. തേങ്ങ ഒരുപാട് മൂത്ത ഒരു ഇതില്ല. രാവിലെ ഒന്ന് ഇളക്കി ഇതുവരെ വെള്ളം പറ്റി ഒന്ന് വാങ്ങി വയ്ക്കാം. ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. ഒഴിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ്, എൻ്റെ കോഴിക്കട്ടയുടെ മാവ് ശരിയാക്കാം. ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് അപ്പപ്പൊടിയാണ്. നമുക്ക് നാടനരിയുടെ ഒക്കെ പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ നമ്മുടെ മെഡിക്കൽ കിട്ടുന്ന അപ്പപ്പൊടി എടുത്താണ്. ഒരു 1/2 കിലോത്തോളം മതി. ഒരു 1/2 കിലോത്തോളം അപ്പപ്പൊടി നമുക്ക് തെറ്റിയിടാം. ഒരു ലേശം ഒരു നുള്ളു ഉപ്പ് എൻ്റെ മാവിന് പാകത്തിന് ഒരു നുള്ളു ഉപ്പ് ഇതിനകത്ത് ചേർക്കാം. ഒരുപാട് ഉപ്പ് കയറരുത്. ഒരല്പം 2 തുള്ളി വെളിച്ചെണ്ണ വെച്ചു. ഈ മാവ് കുഴക്കൽ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ്. നമുക്ക് നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്തേക്ക് 2 ഉള്ളി വെളിച്ചെണ്ണ, 2-3 ഉള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാടാവും. ഇനി ഒന്ന് മിക്സ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഈ തിളപ്പിച്ച ജീരകവും വെളുത്തുള്ളി കൂടി തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കുറച്ച് ഒഴിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യാവുള്ളൂ, കൈ കൊണ്ട് മിക്സ് ചെയ്യരുത് ഉള്ളൂ. കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്യണം. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്. കാരണം ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുക. പിന്നെ മാവ് വെള്ളം ചെല്ലുന്നതും കുതിർന്ന് വരും. അപ്പോൾ നമ്മുടെ പാകം ഇത് ഉണ്ട പോലെ ഉറ്റിയെടുക്കണമല്ലോ, അതുകൊണ്ട് കുറേശ്ശെയാണ് വെള്ളം ഒഴിക്കാറുള്ളത്. നമ്മൾ ശരിക്കും കുഴക്കണം. ഇത് ചോറിനെ കുഴച്ചാലാണ് എനിക്ക് ശരിക്കും പറഞ്ഞത് കുഴപ്പം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ചൂടുണ്ടാവും. അതുകൊണ്ട് ഒരു എളുപ്പവിദ്യയുണ്ട്. നമുക്കിത് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുമെങ്കിൽ കുഴയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ കപ്പിൻ്റെ അടി കൊണ്ട് കുഴച്ചാലും കറക്റ്റായിരിക്കും. കൈ കൊണ്ട് കുഴയ്ക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഞാൻ കൈ കൊണ്ടാണ് കുഴക്കുന്നത്. ശരിക്കും നന്നായിട്ട് കുഴയ്ക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡിയുണ്ട്. വളരെ സോഫ്റ്റ് ആയിരിക്കണം ഒക്കെ ഉണ്ടാക്കുക. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ശരിക്കും കുഴയ്ക്കണം, നന്നായിട്ട് കുഴയ്ക്കണം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ഏകദേശം ഈ രൂപത്തിലാക്കണം. അതിനുശേഷം നമുക്കൊരു ആവശ്യമുള്ള ഒരു വലിപ്പത്തിൽ, ഒരുപാട് വലിപ്പം വേണമെന്നില്ല, ആവശ്യമുള്ള വലിപ്പത്തിന് ചെറിയ ഒരു ബോളാക്കുക. ആദ്യം ഒറ്റി ഒരു ബോളാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഈ രീതിയിൽ മഞ്ഞുണ്ടാക്കണം. രണ്ട് കൈ കൊണ്ടാണ് എടുക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ലെവലിൽ ശരിക്കും പരത്തി എടുക്കുക. ഒരു കനം കുറഞ്ഞ രീതിയിൽ ഇടണം. കനം കുറഞ്ഞ രീതിയിൽ പരത്തി അതിനകത്തേക്ക് നമുക്ക് ഈ ശർക്കരയും തേങ്ങയും വിളയിച്ചത് ഒരു സ്പൂണ് ഇത് നറുക്കിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കത് അങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. യോജിപ്പിക്കാൻ നമ്മൾ നോക്കണം കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും ചേർന്ന് വരുന്ന തന്നെ. ശരിക്കും ഒന്ന് നനയാൻ നമ്മൾ യോജിപ്പിച്ചിട്ട് റൗണ്ട് കണക്കാൻ നനയണം. നമ്മൾ ശ്രദ്ധിക്കണം, ഇത് പുറത്തേക്ക് വരാഭാഗത്ത് ഈ ഇതിൻ്റെ ശർക്കരയും തേങ്ങയൊന്നും ഒരിക്കലും പുറത്തേക്ക് വരരുത്. ഇതുപോലെ ഒരു റൗണ്ടാക്കി എടുക്കുക. കുറച്ച് റൗണ്ടാക്കിയിട്ട് ഇതുപോലെ ചെറിയ ബോളുകളായിട്ട് എല്ലാം ഇതുപോലെ മെനഞ്ഞുണ്ടാക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കോഴിക്കട്ട എല്ലാം ശർക്കരയും തേങ്ങയ്ക്കൻ്റെ ഉള്ളിൽ വെച്ച് മെനഞ്ഞ് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 1/2 കിലോ പൊടി ഉണ്ടെങ്കിൽ ഒരു 10-18 കോഴിക്കട്ട നമുക്ക് ഉണ്ടാക്കാം. ഒരു 1/2 കിലോ അപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കിനി ഇത് ഒരു അപ്പച്ചമ്പ അടുപ്പത്തിട്ടിട്ട് അതിനകത്തേക്ക് ആവി കൊള്ളിക്കണം. ആവി കൊണ്ട് വേവിക്കണം. നമുക്ക് അതിൽ അപ്പച്ചമ്പ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത് ഓരോന്ന് ഇങ്ങനെ ഇടാം. ഇതിൻ്റെ അടിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിൻ്റെ ആവി വരാനായിട്ട് വെള്ളം ഒഴിക്കണം. അങ്ങനെ ഒന്നൊന്ന് ഇങ്ങനെ മുട്ടാതെ വയ്ക്കാനും നന്നായിരിക്കും. എല്ലാം ഇങ്ങനെ വയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ ശർക്കരയുടെ നീര് അല്ലെങ്കിൽ തേങ്ങയുടെ ഇത് വെളിയിൽ വരരുത്. വെളിയിൽ വന്നതിൻ്റെ നീര് ഇളകി ഇതിനകത്ത് ചാടുക. അപ്പോൾ എൻ്റെ ശർക്കരയുടെ ടേസ്റ്റ് ഇത് പോവും, അതിൻ്റെ മധുരം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാരണവശാലും എൻ്റെ തേങ്ങയും ശർക്കരയും ഒരു കാരണവശാലും വെളിയിലേക്ക് വരരുത്. അത് അല്പം മുട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ വെളിച്ചെണ്ണ നേരത്തെ മിക്സ് ചെയ്യാനും ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 10-15 ഉള്ളൂ. അപ്പോൾ ഒരു തട്ടിൽ തന്നെ വെക്കുക. അത് നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ഇത് ആവി കൊണ്ട് വേവിക്കണം.
അപ്പോൾ ഏകദേശം നമ്മുടെ കോഴിക്കട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് മതി. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വെന്തോന്ന് നോക്കണമെങ്കിൽ ഒരു ഈർക്കിളി എടുത്തിട്ട് നമ്മളൊന്ന് കുത്തി വെക്കുക. ഇത് കുത്തി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഊരി പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു 4 മണി പലഹാരമാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവിൽ ചെയ്യണതിന് കുഴപ്പമില്ല. നല്ല രീതിയിൽ ഗോതമ്പ് മാവും ചൂടുമ്പത്തിൽ കുഴച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. പിന്നെ നല്ല നാടൻ അരിയുടെ അരിപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും ടേസ്റ്റായിരിക്കും, സോഫ്റ്റ്നെസ് കുറയും, നല്ല ടേസ്റ്റായിരിക്കും. എന്തായാലും അത് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല മധുരവും നല്ല സോഫ്റ്റ്നെസ്സും ആയിട്ട് കോഴിക്കട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.